അരമണിക്കൂറിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ പ്രാവശ്യം കാറ് കേടായപ്പം ആകെ മൂഡ് ഓഫായി, ടെൻഷനുമായി. ഞാൻ സൂര്യകാന്തി പാടം കാണാൻ പോയ കഥയാണ് പറയുന്നത്. 3 കൊല്ലം വെയിറ്റ് ചെയ്തിരുന്നാണ് പോയത്. 7 മണിക്ക് റെഡിയായി. അപ്പം തന്നെ ഡ്രൈവറും വന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോണ വഴിക്കൊക്കെ മഴയുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു എങ്ങനെ ഇരിക്കുമെന്ന്. ഒരു 8, 8:30, 9 മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റും ഒരു ചായയും കഴിച്ചു. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് മൈസൂർ കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒരു സൗണ്ട് വണ്ടിയിൽ നിന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ ടയറിൻ്റെ കാറ്റ് പോയി എന്നാണ് തോന്നുന്നത്. നോക്കിയപ്പോൾ ഡ്രൈവർ സൈഡിലുള്ള ഫ്രണ്ട് ടയറിൻ്റെ കാറ്റ് പോയി. ഞങ്ങളുടെ കയ്യിൽ ജാക്കിയും സ്റ്റെപ്പിനി ടയറും ഉണ്ട്. അപ്പം ഇയാൾക്ക് ഡ്രൈവറിന് അത് ശരിയാക്കാൻ അറിയില്ല. അപ്പം ഞാൻ അടുത്തുള്ളൊരു ക്യാബ് ഡ്രൈവറിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ആ ക്യാബ് ഡ്രൈവർ വന്ന് ഹെൽപ്പ് ചെയ്തു. ആ വൈറ്റ് ടീഷർട്ട് കണ്ടോ, അയാളുടെ കയ്യിലുള്ള ജാക്കി കൊണ്ടുവന്ന് എൻ്റെ സ്റ്റെപ്പിനി ടയർ ഫിറ്റ് ചെയ്യാൻ ഇയാളും എൻ്റെ ഡ്രൈവറും കൂടി ഫിറ്റ് ചെയ്ത് സെറ്റാക്കി. പങ്ക്ചർ സ്റ്റേഷൻ വരെ പോകാൻ പറ്റില്ല. ഇയാൾ നല്ലൊരു ഉപകാരമല്ലേ ചെയ്തത്. ഞാനൊരു 200 രൂപ കൊടുത്തു. അയാൾ വാങ്ങിച്ചേ ഇല്ല കേട്ടോ. പക്ഷേ സമാധാനമായി ഞങ്ങളൊരു പെട്രോൾ ബങ്കിൽ കയറി കാറ്റൊന്നും കൂടെ ചെക്ക് ചെയ്ത് വീണ്ടും യാത്ര തുടർന്നു. അപ്പം ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ചായ കുടിക്കുക, എവിടെയെങ്കിലും നിർത്തിക്കോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം ആയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ സൈഡിൽ ചായ കുടിക്കാൻ നിർത്തിയതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഗിയർ അനങ്ങുന്നില്ല. ഗിയർ ഒരു രീതിയിലും വീഴുന്നില്ല, ഭയങ്കര ലൂസ്. അങ്ങനെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ വിളിച്ചൊരു പയ്യൻ വന്ന് നോക്കിയപ്പം ഗിയർ കേബിള് പൊട്ടിയതാണെന്ന് പറഞ്ഞു. ഞാനും ഡ്രൈവറും വരണ്ടു ശരിക്കും പറഞ്ഞു. കാരണം അരമണിക്കൂറിനകത്താണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. ഞാൻ ഇനിയിപ്പം ഫോർഡിലെങ്ങാനും വിളിച്ച് ചോദിക്കണോ, ഈ കാറ് കൊണ്ടുപോകണ ഗുണ്ടൽപേട്ട് എത്തിയിട്ടില്ല, സൺഫ്ലവർ കാണാൻ പറ്റുമോ? ശരിക്കും ടെൻഷനായി. 400 രൂപയ്ക്ക് ഇയാൾ കേബിള് കെട്ടി, ഒരു കമ്പി ഇട്ട് കെട്ടി. അപ്പോൾ ഒരു മലയാളി അവിടെ ഉണ്ടായിരുന്നു. അയാളും പറഞ്ഞു കുഴപ്പമില്ല, ഇങ്ങനെ പോകാമെന്ന്. ഞാനൊരു സെൽഫി എടുത്തതാണ്. എൻ്റെ മൂഡൊക്കെ പോയിരുന്നു. ഡ്രൈവറും അപ്സെറ്റായി. പക്ഷേ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, 2 പേരുടെയും മൂഡ് മാറി. ശരിക്കും ആ ടെൻഷനൊക്കെ പോയി. ഭയങ്കര നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല വൈബ്. അങ്ങനെ നമ്മൾ പിന്നെ ഈ കാറിനെ കുറിച്ചങ്ങ് മറന്നു. അത് വേറൊരു ചെണ്ടുമല്ലിയുള്ള സ്ഥലത്ത് നിർത്തി ഞാൻ ഇറങ്ങി. അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫോട്ടോഗ്രാഫിക്കൊന്നും പറ്റിയില്ല. നല്ല എന്തായിരുന്നു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അതുമൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ മുന്തിരിപ്പാടം കാണാനായിട്ട്, അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാമെന്ന് മുന്തിരിപ്പാടം കാണാനായിട്ട് പോയി. അപ്പം എപ്പോഴും ഉണ്ടല്ലോ, ഞങ്ങൾ കാറിൽ കയറുമ്പോൾ മഴ, കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയില്ല. ഡ്രൈവറും പറയുന്നുണ്ടായിരുന്നു. അയാൾ കന്നഡികയാണ്, പക്ഷേ ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കും. അപ്പം അയാളും ടെൻഷൻ മാറി. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നത്, പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇല്ല മാഡം, ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, സൂപ്പറായി ഓടുന്നുണ്ട്, വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ മുന്തിരിപ്പാടം കാണാൻ പോയി. അവിടെ ഫുൾ മലയാളികളായിരുന്നു. അന്ന് എന്തോ മഴ കാരണം സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. എൻ്റെ ഈ വീഡിയോ ഒക്കെ അവിടുന്ന് അവരാണ് എടുത്തു തന്നെ. ഡ്രൈവർ കുറച്ച് റെസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ മൂടൊക്കെ മാറിയതേ ഈ സൺഫ്ലവറൊക്കെ പിടിച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം ഈ സൺഫ്ലവർ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അയാൾ സാധാരണ കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞു ഒരെണ്ണം തരുമോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഭയങ്കര ഹാപ്പിയായി. ഞാൻ അതേ മാച്ചിന് മാലയൊക്കെ ഇട്ടതല്ലേ. അപ്പം പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് ഉണ്ണാൻ നിർത്തി. ഞാൻ സൗത്ത് ഇന്ത്യൻ മീൽസ് വാങ്ങിച്ച് കഴിച്ചു. അയാൾ റോട്ടിയും കറിയും കഴിച്ചു. അവിടെയും മലയാളീസ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ മിണ്ടി തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴിയാണ്. മൈസൂർ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, ഇത് നോക്കിക്കേ ആ വഴി. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടിരുന്നു. അത് ഈ ഇടയ്ക്ക് ഒരു റീലിലാണ് ഞാൻ കണ്ടത്. ഇത്രയും പ്രാവശ്യം മൈസൂർ പോയിട്ടും കണ്ടിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആ പള്ളി തിരിച്ചു പോകുമ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ അവിടെ നിർത്തി തരണേ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി. അടിപൊളി പ്ലേസാണ്, നല്ല ഹോളി പ്ലേസാണ്. ആ പള്ളിയിൽ ഞാൻ ഉള്ളിൽ കയറി. അതൊന്നും അവിടെ നിന്ന് വീഡിയോ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ കയറി. സെയിൻറ്റ് ഫിലോമിനാസ് ചേർച്ചാണ്. വളരെ പഴയതാണ് കേട്ടോ, വളരെ പഴയതാണ്. പിന്നെ അവർ റെനോവേറ്റ് ചെയ്താണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമില്ലേ, ഒരു കോമ്പിനേഷനും ഇതുമായിട്ട്. അവിടെയും ഫുൾ മലയാളീസ്, സ്കൂൾ പിള്ളേരുകളും ഒക്കെ ആയിട്ട് സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല കാറ്റും നല്ല ക്ലൈമറ്റും ആയിരുന്നു അവിടെ. ഞാനൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടു. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് മടങ്ങി. അവിടുന്ന് ഒരു 5:30, 6 ആയപ്പം മടങ്ങി. അതിൽ മൈസൂറൊക്കെ കണ്ട് അങ്ങനെ മടങ്ങി. എന്നിട്ട് പിന്നെ നമ്മളെവിടെ നിർത്തിയില്ല. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു. ബാംഗ്ലൂർ വന്നിട്ടാണ് ഒരു പണിയാരവും ഒരു പ്ലേറ്റ് പണിയാരവും കാപ്പിയും കഴിച്ചു. എന്നിട്ട് ഒരു 8 മണി, ആക്ച്വലി കൃത്യം 8 മണി, 7 മണിക്ക് തിരിച്ചു, കൃത്യം 8 മണിക്ക് വീട്ടിലെത്തിയതേ. ഇത് നോക്കിയിരിപ്പായിരുന്നു എൻ്റെ പണി. എനിക്കിനി